ബഹുമാനപ്പെട്ട എക്സൈസ് തദ്ദേശ സ്വയംഭരണം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സർ, ബഹുമാന്യനായ അംഗം ശ്രീ PC വിഷ്ണുനാഥ് ഇങ്ങനെ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ ആ അടിയന്തര പ്രമേയത്തിൻ്റെ ഒരു കക്ഷി രാഷ്ട്രീയ ഉള്ളടക്കത്തോട് യോജിക്കുന്നില്ലെങ്കിലും അതൊരു ഗൗരവമുള്ള സാമൂഹിക വിപത്തിനെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, അത് ഉയർത്തുന്നുണ്ട് എന്ന് കണക്കിലെടുത്താണ് രാവിലെ തന്നെ ഇത് ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് സർക്കാരിന് വേണ്ടി ഞാൻ അറിയിച്ചത്. ബഹുമാന്യനായിട്ടുള്ള വിഷ്ണുനാഥ് വളരെ കാര്യഗൗരവത്തോടു കൂടി തന്നെയാണ് ആ വിഷയം ഇവിടെ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ അവതരണത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമല്ല ഉണ്ടായിരുന്നത്, പ്രശ്നത്തിൻ്റെ ഗൗരവം തന്നെയാണ്. അത് വളരെ ഹൃദയസ്പർശിയായി അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. 2022 ഇത്തരമൊരു നോട്ടീസ് അദ്ദേഹം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് ഞാൻ ഓർമ്മിക്കുകയാണ്. അന്ന് ഞാൻ അവിടെയാണ് ഇരിക്കുന്നത്. ബഹുമാന്യനായ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് അന്നത്തെ ആ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്ന് പറഞ്ഞ് പൊതുവിൽ ഈ സഭയാകെ ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ, അതിലൂടെ നാടിനെ മുഴുവൻ ഈ വിപത്തിനെതിരായി ഒരുമിപ്പിച്ച് നിർത്തേണ്ടതിൻ്റെ പ്രാധാന്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്നെടുത്ത് പറഞ്ഞു. അന്ന് ചെയറിലിരുന്നു കൊണ്ട് വിഷ്ണുനാഥിനെ അഭിനന്ദിച്ചു. ഇന്ന് മന്ത്രിയായിരുന്നുകൊണ്ടും അദ്ദേഹത്തിൻ്റെ അവതരണത്തെ, ഈ വിഷയത്തിൽ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ ഹൃദയസ്പർശിയായിട്ട് അവതരിപ്പിച്ചതിനെ അഭിനന്ദിക്കാൻ ഒരു മടിയുമില്ല. ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. മറ്റ് അംഗങ്ങൾ പലരും ഗൗരവമുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. അവസാനമൊക്കെ ആയപ്പോഴേക്കും കുറച്ച് രാഷ്ട്രീയം കയറി വന്നിട്ടുണ്ട്. എങ്കിലും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവൊക്കെ പറഞ്ഞപ്പോൾ സാധാരണ അത്രയില്ലെങ്കിലും അദ്ദേഹം കുറച്ച് രാഷ്ട്രീയമായിട്ടുള്ള മുനകൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ ഈ പ്രശ്നത്തിൻ്റെ ഗൗരവത്തിൽ നിന്നുകൊണ്ട് മറുപടി പറയാനാണ് ആഗ്രഹിക്കുന്നത്. സർ, ഇവിടെ ഒന്നാമത്തെ കാര്യം, നമ്മൾ കേരളത്തിൽ മാത്രമായിട്ടുള്ളൊരു പ്രശ്നമല്ല ഇത്. കേരളത്തിൽ മാത്രമാണ് ഈ പ്രശ്നം എന്ന് നമ്മൾ കാണുന്നതും ശരിയല്ല. കാരണം കേരളത്തിൽ ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം ഇപ്പോൾ കൂടിയിട്ടുണ്ട്. മയക്കുമരുന്നിൻ്റെ വ്യാപനം ഉണ്ടാവുന്നുണ്ട്. അത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് സർക്കാർ കാണുന്നത്. ഇപ്പോഴല്ല, നേരത്തെയും കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് ഇവിടെ മാത്രമുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നത്തെ ശരിയായിട്ട് അഭിസംബോധന ചെയ്യാൻ കഴിയില്ല. കാരണം കേരളത്തിലേക്ക് വരുന്നത് തന്നെ ഇവിടെ നിന്നാണ്, പുറത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യയിലേക്ക് ഇത് വലിയ തോതിൽ വരുന്നുണ്ട്. ലോകമാകെയുള്ള പ്രശ്നവുമാണ്. നേരത്തെ സുമേഷ് ഇവിടെ അക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ്, ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അതിനെ ഖണ്ഡിക്കുകയുണ്ടായി. പക്ഷെ വസ്തുത നമ്മൾ കാണണം സാർ. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈംസ്, UNODC, ആധികാരികമായിട്ടുള്ള സംഘടനയാണെന്ന്, ഏജൻസിയാണെന്ന്. അവരുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് 2023 2023 UNODCയുടെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം 2011 24 കോടിയായിരുന്നുവെങ്കിൽ 2021 ഒരു ദശകത്തിനിടയിൽ 29.6 കോടിയായിട്ട് ഉയർന്നു. ഇപ്പോൾ ദയവ് ചെയ്ത്, ഇതാകെ ലോകത്താകെയുള്ള പ്രശ്നമാണ്, അതുകൊണ്ട് നമ്മളതിനെ ഗൗരവത്തിലെടുക്കണ്ട എന്ന് മന്ത്രി പറഞ്ഞെന്ന് വ്യാഖ്യാനിക്കരുത്. ഞാൻ അതിൻ്റെ വസ്തുത ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ഒരു ദശകം കൊണ്ട് ലോകമാകെ 5.56 മില്യൺ ആളുകൾ കൂടുതലായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരായി മാറി എന്ന് UNODCയുടെ റിപ്പോർട്ടാണ്. അപ്പോൾ അത് കാണിക്കുന്നത് ഇതൊരാഗോളമായിട്ടുള്ള പ്രതിഭാസമായിട്ട് മാറിയിട്ടുണ്ട് എന്നതാണ്. ഇനി രാജ്യത്തിൻ്റെ കാര്യം എടുത്താലോ, ഇന്ത്യയിലും ലഹരിയുടെ ഉപയോഗം
ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ. അതിൻ്റെ കണക്കുകൾ പാർലമെൻറ്റിലൊക്കെ നൽകിയ നിരവധി മറുപടികളുണ്ട്. ഞാൻ ഓരോ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. നേരത്തെ തന്നെ ഈ സഭയിൽ ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടാണ്. അതാണ് ഏറ്റവും ഒടുവിലത്തെ പഠനം എന്നതുകൊണ്ടാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് സബ്സ്റ്റൻസ് യൂസ് ഇൻ ഇന്ത്യ 2019 റിപ്പോർട്ടാണ്. അതിൽ ദേശീയ തലത്തിൽ മയക്കുമരുന്ന് ഉപഭോഗത്തിൽ കേരളം ഏറ്റവും പിന്നിലാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. കേരളം ഏറ്റവും പിന്നിലാണ്. ഇതൊരു വസ്തുതയാണ്. ഈ പറയുന്നതിനർത്ഥം നമുക്ക് ആശ്വസിക്കാമെന്നൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഇത് നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാവേണ്ട കാര്യമില്ലല്ലോ. വസ്തുതയെ വസ്തുതയായിട്ട് നമ്മൾ കാണണം. നമ്മുടെ സംസ്ഥാനത്തും ഇതിൻ്റെ വ്യാപനം കൂടുന്നുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു പരാമർശം നടത്തിയതുപോലെ കേരളം ലഹരിയുടെ കേന്ദ്രമായിട്ട് മാറിയിട്ടില്ല. ഇതിൻ്റെ വ്യാപനം കൂടുന്നുണ്ട്. കേരളമല്ല ഏറ്റവും കൂടുതൽ ലഹരി ഉപഭോഗം നടക്കുന്ന സംസ്ഥാനം. അപ്പം ലോകത്താകെ ഇതിൻ്റെ ഉപയോഗം കൂടുന്നു, ഇന്ത്യയിൽ ഇതിൻ്റെ ഉപയോഗം കൂടുന്നു. അതിനാനുപാതികമായിട്ടല്ലെങ്കിലും കേരളത്തിലും കൂടുന്നുണ്ട് എന്നതാണ് വസ്തുത. അപ്പോൾ ആ വസ്തുതയെ നമുക്ക് വസ്തുതയായിട്ട് കാണാം. ഇന്നലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ PIBയുടെ ഒരു പത്രക്കുറിപ്പുണ്ട്. 2024 25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് ഇന്ത്യയിൽ പിടികൂടി എന്നാണ് PIB റിപ്പോർട്ട്. ഇവിടെ എൻ്റെ കൈവശമുണ്ട്. More than 25,000 crore worth of drugs were seized in 2024 as part of the zero tolerance policy against drugs. ഇന്നലത്തെ PIBയുടെ പ്രസ് റിലീസാണ്. 2023 എത്രയായിരുന്നു പിടിച്ചത്? 16,100 കോടിയുടെ. അതായത് ഒരു വർഷം കൊണ്ട് ഇന്ത്യയിലാകെ 55% അധികമാണ് മയക്കുമരുന്ന് പിടികൂടിയത് എന്നാണ്. ഇതിൽ കേരളത്തിൽ നിന്ന് പിടികൂടിയതിൻ്റെ മൂല്യം ആകെ 60 കോടിയുടേതാണ്. 25,000 കോടി ഇന്ത്യയിലാകെ പിടികൂടുമ്പോൾ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ സംബന്ധിച്ച് ഇത് ഗൗരവമായി കാണേണ്ട കാര്യമാണ്. എന്നാൽ മറ്റെവിടെയുമില്ലാത്തൊരു പ്രശ്നം കേരളത്തിൽ മാത്രം, കേരളം ഇതിൻ്റെ ആകെ തലസ്ഥാനമായി എന്ന് ദയവായിട്ട് വ്യാഖ്യാനിക്കരുത്. വസ്തുതയായിട്ട് മാത്രമേ കാണാവൂ. അതതിൻ്റെ ഗൗരവത്തിൽ കാണുകയും വേണം. ഇതാണ് സമീപനം. പിന്നെ ദയവായിട്ട് ക്ഷമയോടെ കേൾക്കണം. നമ്മൾ ഇക്കാര്യത്തിലൊരു ക്ഷുദ്രമായ തർക്കത്തിൽ ഏർപ്പെടേണ്ടവരല്ല. വസ്തുതയെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞതെല്ലാം വസ്തുതകളാണ്. ദയവായി അനിൽകുമാർ ഈ ചർച്ചയൊന്നും നടക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല. അങ്ങുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇവിടെ ഇരുന്ന് എണ്ണി ഇരിക്കൂ. ഞാൻ തർക്കത്തിനൊന്നുമില്ല. ഞാൻ ഇതിനെല്ലാം സാക്ഷിയാണല്ലോ. അങ്ങനെ ഒരു തർക്കത്തിലേക്ക് കൊണ്ടുപോണ്ട. ഞാൻ വളരെ മിതമായിട്ട് മാത്രമേ കാര്യങ്ങൾ വസ്തുതാപരമായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ കേരളം ലഹരിയുടെ കേന്ദ്രമായി എന്ന് പറഞ്ഞത് ശരിയല്ല എന്നേ പറഞ്ഞുള്ളൂ. ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണ്. ലഹരിയുടെ കേന്ദ്രമായി എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെയൊന്നും അങ്ങ് കാണണ്ട. അങ്ങ് ഏറ്റുമുട്ടാൻ ഉറച്ചിട്ടാണെങ്കിൽ ഞാൻ അതിന് തൽക്കാലം ഇല്ല. അതിന് വേറെ അവസരം നമുക്ക് ഉപയോഗിക്കാം. അതിന് വേറെ അവസരം നമുക്ക് ഉപയോഗിക്കാം. ഈ വിഷയത്തിൽ ഏറ്റുമുട്ടാനില്ല എന്ന് വ്യക്തമാക്കുകയാണ്. പക്ഷെ വസ്തുത പറയേണ്ടി വരുമല്ലോ, അത്രയേ ഉള്ളൂ. വസ്തുത പറയേണ്ടി വരും. ഞാനിവിടെ നിങ്ങളുടെ തന്നെ ഭാഗത്ത് നിന്ന് പലരും സംസാരിച്ചത് വളരെ കാര്യഗൗരവത്തോടെയാണെന്ന് പറഞ്ഞല്ലോ. ഒരാൾ മാത്രമല്ല, പലരും അങ്ങനെ ഇപ്പുറത്തൊന്നും അങ്ങനെയാണ് സംസാരിച്ചത്. ആ സ്പിരിറ്റാണ് നമുക്ക് നിലനിർത്തേണ്ടത്. പക്ഷെ സർക്കാരിൻ്റെ ഭാഗത്ത് വരുമ്പോൾ കണക്കും വസ്തുതയൊക്കെ പറയേണ്ടി വരും. അത്രയേ ഉള്ളൂ. സർ, ഇവിടെ വന്നൊരു വിമർശനം എൻഫോഴ്സ്മെൻറ്റിനെ കുറിച്ചാണ്. അത് ഞാൻ പറയാം. അതിനുശേഷം എന്ത് ചെയ്തു ഈ ക്യാമ്പയിനിൽ എന്ന കാര്യത്തിലേക്കും വരാം. എൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യത്തിൽ എന്താണ് ചെയ്തിട്ടുള്ളത്? ഒരു എൻഫോഴ്സ്മെൻറ്റ് നടക്കുന്നില്ല എന്ന വിമർശനം ഉണ്ടായി. അത് നിർഭാഗ്യകരമാണ്. അങ്ങനെയല്ല വസ്തുത. ഇപ്പോൾ സ്കൂൾ
പരിസരങ്ങളിലെ പരിശോധന 2023 17,761. 2024 32,846 പരിശോധനകളാണ്. 3 ഇരട്ടിയായിട്ട് ഒരു വർഷത്തിനിടയിൽ പരിശോധന വർദ്ധിച്ചു. അതിനു പുറമെ സർക്കാർ കേസുകളുടെ കാര്യം എടുക്കാം. പാർലമെന്റ് കൊടുത്ത മറുപടിയുണ്ട്, അത് ആധികാരികമായിട്ടുള്ള മറുപടിയാണല്ലോ. കേസുകളുടെ കാര്യം നമുക്കെടുക്കാം. ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, മൂല്യം വളരെ കുറവാണ് ഈ കേരളത്തിൽ നിന്ന് പിടിച്ച മയക്കുമരുന്നിൻ്റെ. പക്ഷേ കേസിൻ്റെ എണ്ണവും അറസ്റ്റ് ചെയ്ത ആളുകളുടെ എണ്ണവും വളരെ കൂടുതലാണ്. ഇപ്പോൾ പാർലമെൻറ്റിൽ ഈ ഫെബ്രുവരി 5-ാം തീയതി കഴിഞ്ഞ ദിവസം കൊടുത്ത മറുപടിയാണ്. 24,517 പേരെ 2024 അറസ്റ്റ് ചെയ്തു. 24,517 പേരെ. പഞ്ചാബ് ഇന്ത്യയുടെ ഡ്രഗ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഡ്രഗ് ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ അറസ്റ്റ് ചെയ്തത് 9,734 പേരേ ഉള്ളൂ. അതായത് കേരളത്തിൽ അറസ്റ്റ് ചെയ്തതിൻ്റെ 1/3 പഞ്ചാബിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ എൻഫോഴ്സ്മെന്റ് എത്രമാത്രം ശക്തമാണ് എന്നാണ് കാണിക്കുന്നത്. കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന വികാരത്തോടൊക്കെ പൂർണ്ണമായിട്ടും യോജിക്കുന്നു, അതിനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഒന്നും നടന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഈ കണക്ക് ചൂണ്ടിക്കാണിക്കുന്നു എന്നേ ഉള്ളൂ. 24,517 പേര്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേര് അറസ്റ്റ് ചെയ്ത് നമ്മളാണ്. എന്നാൽ നേരത്തെ പറഞ്ഞല്ലോ, മാഗ്നിറ്റ്യൂഡ് ഓഫ് സബ്സ്റ്റൻസ് യൂസ് ഇൻ ഇന്ത്യ റിപ്പോർട്ട്, അതിൽ ഏറ്റവും കുറഞ്ഞ മയക്കുമരുന്ന് ഉപഭോഗമുള്ള സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളെ അറസ്റ്റ് ചെയ്യുന്നത് കേരളത്തിലാണ്. പഞ്ചാബിൽ ഇതിൻ്റെ 1/3 അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. വസ്തുത ചൂണ്ടിക്കാണിക്കുന്നു എന്നേ ഉള്ളൂ, ഇതൊന്നും തർക്കത്തിനായിട്ടൊന്നും പറയുന്നതല്ല. പിന്നെ ഇനി എൻഫോഴ്സ്മെൻറ്റിൻ്റെ മികവ് വേറൊരു ഉദാഹരണം പറയാം. കൺവിക്ഷൻ റേറ്റ്. സാർ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇതും പാർലമെൻറ്റിലെ മറുപടിയാണ്. രാജ്യസഭ 2022 ഡിസംബർ 14 മറുപടിയാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന കൺവിക്ഷൻസ് റേറ്റ് ഉള്ള സംസ്ഥാനം കേരളമാണ്. 98.9 കേരളത്തിലെ കൺവിക്ഷൻ റേറ്റ്. എൻഫോഴ്സ്മെന്റ് ദുർബലമാണെങ്കിൽ നടക്കും. ഏറ്റവും കൂടുതൽ ആളെ അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ, ഏറ്റവും കൂടുതൽ കൺവിക്ഷൻ റേറ്റ് ഉള്ളതും ഇവിടെ കേരളത്തിൽ. 24,000-ലധികം പേരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ കൺവിക്ഷൻ റേറ്റ് 98.9%. ഇനി നോക്കൂ, എത്ര ദേശീയ ശരാശരി? ദേശീയ ശരാശരി 78% മാത്രമാണ്. 78%. ദേശീയ ശരാശരിയേക്കാൾ 20% കൂടുതലാണ് കേരളത്തിലെ കൺവിക്ഷൻ റേറ്റ് എന്ന് കാണാം. അയൽ സംസ്ഥാനങ്ങളിലെ കൺവിക്ഷൻ റേറ്റ് നോക്കിയാലോ കേരളത്തിൻ്റെ അടുത്തൊന്നുമില്ല. ഇപ്പോൾ തെലങ്കാനയിൽ 25.6 കൺവിക്ഷൻ റേറ്റ്. ആന്ധ്രാപ്രദേശിൽ 25.4 കൺവിക്ഷൻ റേറ്റ്. ഭേദപ്പെട്ട കൺവിക്ഷൻ റേറ്റ് ഉള്ളത് തമിഴ്നാട്ടിലാണ്, അത് 82.9. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് നമുക്ക് നിഗമനത്തിലെത്താൻ പറ്റുക? എൻഫോഴ്സ്മെന്റിന്റെ മികവാണ് കൺവിക്ഷന്റെ കാര്യത്തിലും കാണുന്നത് എന്ന് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കാം. സാർ, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എവിടെ ഈ അന്വേഷണം പിന്തുടർന്നു പോകാൻ കഴിയുന്നില്ല എന്ന് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നമ്മുടെ ടെലിവിഷൻ ചാനലുകളെല്ലാം വളരെ പ്രാധാന്യത്തോടെ കാണിച്ചൊരു അറസ്റ്റ് ഉണ്ടായിരുന്നു. മൂർഖൻ ഷാജി എന്ന കൊടും കുറ്റവാളിയുടെ, മയക്കുമരുന്ന് കുറ്റവാളിയുടെ അറസ്റ്റാണ്. അത് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്, സുപ്രീം കോടതി വരെ പോയി നമ്മൾ ജാമ്യം റദ്ദാക്കി. അതിസാഹസികമായിട്ടാണ് എക്സൈസ് തമിഴ്നാട്ടിൽ പോയിട്ടാണ് പിടിച്ചത്. തമിഴ്നാട്ടിൽ പോയി പിടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡൽഹിയിൽ പോയിട്ടാണ് വേറൊരു പ്രതിയെ പിടിച്ചത്. സാർ, അൻഡമാൻ നിക്കോബാറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട നടത്തിയത് കേരള പോലീസ് മഞ്ചേരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്ന് കിട്ടിയ, കേരള എക്സൈസ് പ്രതികളിൽ നിന്ന് കിട്ടിയ ലീഡ്, ആ തുമ്പ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉറവിടം അൻഡമാൻ നിക്കോബാർ ആണെന്ന് കണ്ടു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഉറവിടത്തിൽ പോകാൻ പറ്റുന്നുണ്ടോ? കേരള എക്സൈസിന് അതിൻ്റെ പരിധിയിലാണ് പ്രവർത്തിക്കാൻ കഴിയുക. എന്നാലും ഉറവിടത്തിൽ പോയി പിടിച്ച ചില അനുഭവങ്ങളാണ് പറഞ്ഞത്. 100 കോടി രൂപയുടെ രാസലഹരിയാണ് അൻഡമാൻ നിക്കോബാറിലെ ബങ്കറിൽ സൂക്ഷിച്ചത് കണ്ടെത്തിയത്. അത് ബങ്കറിൽ വെച്ച് തന്നെ അൻഡമാൻ നിക്കോബാറിലെ ഏജൻസിയുടെ സഹായത്തോടു കൂടി നശിപ്പിക്കുകയാണ് ചെയ്തത്. കേരള പോലീസാണ് അൻഡമാൻ നിക്കോബാർ ഒരു പ്രധാന ഹബ്ബായി, കേരള എക്സൈസാണ് ഹബ്ബായി മാറി എന്ന വിവരം അവിടെ നിന്നുള്ള കളക്ടർ അതിന് ശേഷം ഇവിടെ വന്നിരുന്നു. അദ്ദേഹം എന്നെ കാണാൻ വന്നിരുന്നു. കേരള എക്സൈസ് ഇവിടെ നിന്ന് വന്നത് അവർക്ക് തന്നെ എത്രത്തോളം പ്രയോജനകരമായി എന്ന് പറയാൻ മലയാളിയായിട്ടുള്ളൊരു കളക്ടർ കാണാൻ വരികയുണ്ടായി. അപ്പോൾ ഇതെല്ലാം നടക്കുന്നുണ്ട് സർ. ഇപ്പോൾ ഹൈദരാബാദിലൊരു കാര്യം ഇവിടെ പറഞ്ഞു സർ. ഒരു ശതകോടീശ്വരനെയാണ്
ഒരു ശതകോടീശ്വരനായിട്ടുള്ള ഒരാളെയാണ് അറസ്റ്റ് ചെയ്തത് ഹൈദരാബാദിൽ നിന്ന്. കേരള പോലീസ്, തൃശ്ശൂരിലെ സിറ്റി പോലീസാണ് അറസ്റ്റ് ചെയ്ത ഒരു പ്രതിയിൽ നിന്ന് കിട്ടിയ തുമ്പ് വെച്ച് അന്വേഷിച്ച് ചെന്നത് ഹൈദരാബാദിലാണ്. കേരള പോലീസ് MDMA പിടികൂടിയ കേസിന്റെ അന്വേഷണത്തിന് ഒടുവിലാണ് സിന്തറ്റിക് മയക്കുമരുന്ന് നിർമ്മാണശാല കണ്ടെത്തിയത്. ഹൈദരാബാദിലെ ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ വലിയ ഒരു മയക്കുമരുന്ന് ശാല പ്രവർത്തിക്കുകയാണ്. അവിടെ നിന്നാണ് വലിയ തോതിൽ ഇത് ഉൽപ്പാദിപ്പിച്ചെത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത ആളുടെ പേര് വെങ്കട നരസിംഹരാജു. വെങ്കട നരസിംഹരാജു ആരാണ്? ബില്യനെയറാണ്. മാത്രമല്ല പ്രമുഖ സിനിമാ നിർമ്മാതാവാണ്. കേരള പോലീസാണ് അവിടെ നിന്നല്ല അറസ്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്കവിടെ പോകാൻ കഴിഞ്ഞ് ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും അന്വേഷിച്ചെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പല വമ്പൻ സ്രാവുകളെയും കുടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് വളരെ ദുർബലമാണ് എന്ന് പറഞ്ഞാൽ അത് ഒട്ടും ശരിയല്ല, നേരെ തിരിച്ചാണ്. വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ കൺവിക്ഷൻ റേറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. റേറ്റ് മാത്രമല്ലല്ലോ, ഇപ്പോൾ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് അങ്ങേക്ക് അറിയായിരിക്കും. വലിയൊരു സീസറായിരുന്നു ഉണ്ടായിരുന്നത്. 2500 ചില്ലാനം ഗ്രാം ആണ് ഡ്രഗ് സീസ് ചെയ്തത്. 15,000 കോടിയുടെ വലിയ വാർത്തയായിരുന്നു. ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ വാർത്തൻ്റെ മുമ്പിലുണ്ട്. 2 മാസം മുമ്പ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്ത 15,000 കോടിയുടെ മയക്കുമരുന്ന് കേസിലെ പ്രതി ഇറാനിയൻ സ്വദേശികളെ വെറുതെ വിട്ടു. പ്രൂഫ് ഇൻസഫിഷ്യൻറ്റ്, ഇറാനിയൻ അക്യൂറ്റഡ് ഇൻ 15K crore ഡ്രഗ് സീസർ കേസ്. സാർ, കൊച്ചിയിൽ നിന്ന് അവർ പിടികൂടിയതാണ്, തെളിവില്ലാതെ വെറുതെ വിട്ടു. ചില്ലറക്കെ പ്രതിയല്ല, 15,000 കോടിയുടേതാണ്. ആ അളവിലാണ് മയക്കുമരുന്ന് ഇന്ത്യയിലേക്ക് വരുന്നത് നമ്മൾ കാണണം. ആ അളവിലാണ് വരുന്നത്. അപ്പോഴാണ് നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന കൺവിക്ഷൻ റേറ്റ് ഉള്ളത്. അപ്പോഴാണ് ശതകോടീശ്വരനായിട്ടുള്ള ഹൈദരാബാദിലെ മയക്കുമരുന്ന് വ്യവസായിയെ, മയക്കുമരുന്ന് കമേഴ്ഷ്യലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആളെ അവിടെ ചെന്ന് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്, അയാളുടെ കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. ഈ വസ്തുത കൂടി നമ്മൾ കാണണം. അത്രേ പറയുന്നുള്ളൂ. സാർ, പിന്നെ എക്സൈസിനെ ശാക്തീകരിക്കുന്ന കാര്യം പറഞ്ഞു. തീർച്ചയായും യോജിപ്പാണ്. എക്സൈസിനെ ശാക്തീകരിക്കണം. നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ പുതിയ വാഹനങ്ങൾ 66 മഹീന്ദ്ര ബൊലേറോ വാഹനങ്ങൾ എക്സൈസിന് ലഭ്യമാക്കുകയുണ്ടായി. ചെക്ക് പോസ്റ്റ് ആധുനികവൽക്കരിക്കുന്നതിന് CCTV ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എല്ലാ ചെക്ക് പോസ്റ്റുകളിലും ഏർപ്പെടുത്തി. അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൈബർ സെല്ലിനെ നവീകരിക്കാൻ CDR അനലൈസറുകൾ എല്ലാ ഡിവിഷനുകൾക്കും ലഭ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ മൊബൈൽ ഫോറൻസിക് സോഫ്റ്റ്വെയർ ലഭ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് IT സെല്ലിന് മാക്ബുക്ക്, iMac കമ്പ്യൂട്ടറുകൾ, ട്രെയിനിങ് ഇതെല്ലാം ലഭ്യമാക്കിയിട്ടുണ്ട്. IT സെല്ലിന് ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇത്രയും നടപടികൾ ഇപ്പോൾ എക്സൈസിനെ ശാക്തീകരിക്കാൻ വേണ്ടി സ്വീകരിച്ചിട്ടുണ്ട്. ആയുധങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇനിയും ശാക്തീകരിക്കണമെന്നിവിടെ ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ അംഗങ്ങൾ പ്രകടിപ്പിച്ച വികാരത്തോട് യോജിക്കുകയാണ്. കാരണം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്, എൻഫോഴ്സ്മെന്റ് ശക്തിപ്പെടുത്താൻ. അതിൽ സംശയമില്ല. പക്ഷേ ഈ നടപടികളൊക്കെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി സാർ, ഇവിടെ വളരെ സംഘടിതമായ ഡ്രഗ് ട്രാഫിക്കിങ്ങിൻ്റെ റൂട്ടുണ്ട്. അത് വളരെ താഴത്തെ തലത്തിൽ പ്രവർത്തിക്കുകയാണ്. സാർ, ഈ ചെയിൻ ബ്രേക്ക് ചെയ്യാൻ കഴിയാത്തിടത്തോളം കാലം ഇതിൻ്റെ സപ്ലൈ രംഗം വളരെ വിശദമായിട്ടങ്ങ് പോകും. നമ്മൾ എൻഡ് പോയിന്റിൽ നിൽക്കുന്ന ആളുകളെ പിടിക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുക. അത് കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ ഇത് സപ്ലൈ ചെയ്യുന്ന മേള് മുതൽ താഴെ വരെയുള്ള വലിയ റൂട്ടുണ്ട്. സ്വാഭാവികമായിട്ട് തർക്കം വരുമ്പോൾ പറയും നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തു നിന്നാണെന്ന് പറയും. ആകട്ടെ, പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന ഈ റൂട്ട് പൊളിക്കുന്നതിന് വേണ്ടി നടപടി എടുക്കുന്നില്ല എങ്കിൽ താൽക്കാലികമായി നമ്മൾ എന്ത് നടപടി എടുത്താലും ശരി, അത് ശാശ്വതമായിട്ട് നിലനിൽക്കാതെ പോകും. അതിനുള്ള സ്ട്രോങ് ആയിട്ടൊരു നടപടി ഗവൺമെൻറ് എടുക്കുമോ? മിനിസ്റ്റർ, ഒരു മിനിറ്റ്. ഈ ചെയർ അറിയാതെ ഈൽഡ് ചെയ്താൽ മൈക്കിന് കിട്ടില്ല, അത്രേ പറയുന്നുള്ളൂ. ഇനി അങ്ങയുടെ അനുവാദത്തോടു കൂടി മാത്രമേ. എല്ലാ അംഗങ്ങൾക്കുള്ളൊരു പൊതു നിർദ്ദേശമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളിയല്ല, ടെന്നീസ് കളിയല്ല. ഇത് ഒരു പൊതു താല്പര്യമുള്ള വിഷയം എന്ന നിലയിലാണ് അദ്ദേഹത്തെ പോലൊരു മുതിർന്ന നേതാവ് അംഗം എഴുന്നേറ്റപ്പോൾ ഞാൻ ഈൽഡ് ചെയ്തത്. അതെ,
സാർ മറന്നു പോകുന്നുണ്ട്, പല അംഗങ്ങളും മറന്നു പോകുന്നുണ്ട്. അദ്ദേഹം അത് അങ്ങ് ക്ഷമിക്കണം, ഇനി അങ്ങയുടെ അനുവാദത്തോടെ ക്ഷമയുടെ പ്രശ്നമില്ല, പൊതുവിൽ എല്ലാവരും പാലിച്ചാൽ മതി. അപ്പോൾ അദ്ദേഹം ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അങ്ങ് ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞത് അങ്ങനെ അന്വേഷിച്ച് പോയ ചില ഇതിൻ്റെ ഉറവിടം തേടിപ്പോയി പിടിച്ച ചില കേസുകളാണ്. അതിലൊന്നാണ് ഹൈദരാബാദിലെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ വലിയ ഒരു ശാല, മയക്കുമരുന്ന് നിർമ്മാണശാല സ്ഥാപിച്ച് മയക്കുമരുന്ന് ഉൽപ്പാദനം നടത്തി വിദേശത്തേക്ക് വരെ കയറ്റുമതി ചെയ്തത്, കേരളത്തിലേക്കും ഒക്കെ എത്തിച്ചുകൊണ്ടിരുന്ന ഒരു വെങ്കട നരസിംഹരാജു എന്ന് പറയുന്ന ശതകോടീശ്വരനും സിനിമാ നിർമ്മാതാവും ഒക്കെയാണ്. അയാളെ അറസ്റ്റ് ചെയ്തത് തൃശ്ശൂർ സിറ്റി പോലീസിന്റെ അന്വേഷണത്തിലാണ്. അപ്പോൾ തൃശ്ശൂർ സിറ്റി പോലീസ് അണ്ടമാനിൽ കേരള എക്സൈസ് അന്വേഷിച്ചു പോയി 100 കോടിയുടെ രാസലഹരി നമുക്ക് ബങ്കറിൽ സൂക്ഷിച്ചത് കണ്ടെത്തി. നമ്മൾ അറസ്റ്റ് ചെയ്ത പ്രതിയിൽ നിന്നാണ് ആ വിവരം കിട്ടിയത്. എക്സൈസ് സംഘം അവിടെ പോയി അത് നശിപ്പിച്ചു. അതുപോലെ തന്നെ ഡൽഹി പോയിട്ടൊരു പ്രതിയെ അറസ്റ്റ് ചെയ്തത്, മൂർഖൻ ഷാജിയെ അറസ്റ്റ് ചെയ്ത കാര്യമൊക്കെ ഞാൻ പറഞ്ഞത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ സംസ്ഥാന എക്സൈസിന്റെ അധികാര പരിധിക്കകത്ത് നിന്നുകൊണ്ട് നമ്മൾ അറസ്റ്റ് ചെയ്യുന്ന പ്രതികളിൽ നിന്ന് കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറവിടം വരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങ് പറഞ്ഞ കാര്യത്തെ ഞാൻ ഗൗരവത്തോടു കൂടി തന്നെ എടുക്കുകയും ചെയ്യാം. നമ്മുടെ പരിമിതിക്കകത്ത് നമ്മൾ പ്രവർത്തിക്കും. സർ, ഈ എൻഫോഴ്സ്മെന്റിന്റെയും അതുപോലെ തന്നെ ആധുനികവൽക്കരണത്തിന്റെയും കാര്യം പറഞ്ഞു, ക്യാമ്പയിന്റെ കാര്യം പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചതാണ്. നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് അംഗീകരിച്ചതും ഏറ്റെടുത്തതുമായിട്ടുള്ള ക്യാമ്പയിനാണ്. നല്ല നിലയിലല്ലേ ആ ക്യാമ്പയിൻ നടന്നത്? നല്ല നിലയിൽ നടന്ന ക്യാമ്പയിനാണ്. ഒക്ടോബർ 6, 2022 മുതൽ ശ്രീ വിഷ്ണുനാഥിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ക്യാമ്പയിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഒക്ടോബർ 6, 2022 മുതൽ നവംബർ 1, 2022 വരെ 1ാം ഘട്ടം, നവംബർ 14 ശിശുദിനം മുതൽ ജനുവരി 26, 2023 വരെ 2ാം ഘട്ടം, ജനുവരി 26, 2023 മുതൽ 2024 ജനുവരി 30 ഗാന്ധി രക്തസാക്ഷി ദിനം വരെ 3ാം ഘട്ടം. ഇപ്പം അതിൻ്റെ 4ാം ഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗതമായ കൺവെൻഷണൽ ആയിട്ടുള്ള രീതിയിൽ മാത്രമല്ല ക്യാമ്പയിൻ നടന്നത്, അതിനപ്പുറം വലിയ ഇടപെടൽ നടന്നു. ഏതാണ്ട് 2 കോടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും അണിനിരുന്ന മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുത്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കറിഞ്ഞൂടാ, ഞാനിപ്പോൾ ആ തർക്കത്തിലേക്ക് ഇപ്പം ഇല്ല. അപ്പം അത് അങ്ങനെയല്ലേ നമ്മൾ ജനങ്ങളെ മൊബിലൈസ് ചെയ്യുക. എൻഫോഴ്സ്മെന്റും മറ്റുമൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പം ഇനി എങ്ങനെയാണ് ജനങ്ങളെ അണിനിരത്തിയത് ഇതിനെതിരെ എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോ ബോധവൽക്കരണത്തിന്റെ കാര്യം പറഞ്ഞു. ആ ക്യാമ്പയിന്റെ ഭാഗമായി 9337 ബോധവൽക്കരണ പരിപാടികൾ എക്സൈസ് വകുപ്പ് മാത്രം നടത്തിയിട്ടുണ്ട്. പിന്നെ ലോകകപ്പ് ഫുട്ബോൾ വന്ന സമയത്താണ് നമ്മൾ ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിയത്. എല്ലാ അവസരത്തെയും ഉപയോഗിക്കുകയാണ് ചെയ്തത്. ലോകകപ്പ് ഫുട്ബോൾ ചെറുപ്പക്കാരെ ആകർഷിക്കാൻ കഴിയുന്ന ഒന്നാണ് ഫുട്ബോൾ. സ്പോർട്സിന്റെ കാര്യം ഇവിടെ പ്രമേയ അവതാരകൻ മുതൽ എല്ലാവരും ചൂണ്ടിക്കാണിച്ചല്ലോ. 2,01,40,526 ഗോൾ അടിക്കുന്ന ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ അത്രയും ആളതിൽ പങ്കെടുത്തു എന്നാണ് അതിനർത്ഥം. 2 കോടി ആളുകൾ അതിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഈ മെസ്സേജ് അത്രയും ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ക്യാമ്പയിൻ കഴിഞ്ഞപ്പോഴാണ് പഞ്ചാബ്, ബീഹാർ, മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡെലിഗേഷൻ ഈ നമ്മൾ ജനകീയമായി നടത്തുന്ന ക്യാമ്പയിനെ കുറിച്ച് പഠിക്കാൻ ഇങ്ങോട്ട് വന്നത്. നമ്മളതിനെ ഇകഴ്ത്താൻ പാടില്ല. മറ്റ് സംസ്ഥാനങ്ങൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനാണ് ശ്രമിക്കുന്നത്. സർ, ബഹുമാനായ ശ്രീ വിഷ്ണുനാഥ് ഇവിടെ ഒരു പ്രസക്തമായ ചോദ്യം ഉന്നയിച്ചിരുന്നു. എന്തെങ്കിലും പഠനം സർക്കാർ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. 2 പഠനങ്ങൾ സർക്കാർ നടത്തിയിട്ടുണ്ട്. 2023 ജനുവരിയിൽ ഒരു പഠന റിപ്പോർട്ട് പ്രകാശിപ്പിച്ചിട്ടുണ്ട്. 23 ജനുവരിയിൽ വിമുക്തിയുടെ ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിലും കൗൺസിലിംഗ് കേന്ദ്രങ്ങളിലും ചികിത്സയ്ക്കായി എത്തിയ 600 പേരിലാണ് ആദ്യത്തെ പഠനം. അതെല്ലാം 19 വയസ്സിൽ താഴെയുള്ളവരാണ്. 155 പേർ കുറ്റാരോപിതരാണ്. 376 പേർ വിമുക്തി ജില്ലാ ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിലും തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് കൗൺസിലിംഗ് സെന്ററുകളിലും ചികിത്സയ്ക്കെത്തിയവരാണ്. ഇതിൽ 69 പേർ 2 കൂട്ടത്തിലുണ്ട്. ചികിത്സയ്ക്കെത്തിയവരുണ്ട്, കുറ്റാരോപിതരുമാണ്. മനഃശാസ്ത്ര വിദഗ്ധരും എക്സൈസ് ഉദ്യോഗസ്ഥരുമാണ് ഈ പഠനത്തിന് നേതൃത്വം കൊടുത്തത്. സർവേയുടെ കണ്ടെത്തൽ 97% കൗമാരക്കാരും ഏതെങ്കിലും ലഹരി ഉപയോഗിച്ചു എന്നാണ്. ഈ 600 പേര്
രണ്ടാമത്തെ പഠനം കുറച്ചുകൂടി വിശദമായ പഠനമാണ്. 62,693 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സർവേയാണ്. അത് SPC കാഡറ്റ്സിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. വ്യത്യസ്തമായ 26 സാമൂഹിക വിഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ വിവരങ്ങൾ ശേഖരിച്ചു. എല്ലാം തൊഴിലാളികൾ മുതൽ IT പ്രൊഫഷണലുകൾ വരെയുള്ള 26 സാമൂഹിക വിഭാഗങ്ങൾ 3 ഘട്ടങ്ങളിലായിട്ട്. ഒന്ന്, എങ്ങനെയാണ് ലഹരിയിലേക്ക് ആകർഷിക്കപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന്, വിമുക്തിയുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഫലപ്രദമാണ്, അതിൻ്റെ കുറവുകൾ എന്തൊക്കെയാണ് എന്നത് രണ്ടാം ഭാഗം, എൻഫോഴ്സ്മെൻറ്റ് എങ്ങനെ ശക്തിപ്പെടുത്താം മൂന്നാം ഭാഗം. അങ്ങനെ 3 ഭാഗങ്ങളായി ഇവിടെ പഠനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ പഠനം പൂർത്തിയായി, റിപ്പോർട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും. റിപ്പോർട്ട് കഴിയുമെങ്കിൽ അത് എല്ലാ MLA-മാർക്കും പങ്കുവെക്കുന്ന കാര്യവും ആലോചിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മിനിസ്റ്റർ ഇനി സമയമെടുക്കുക. അവസാനിപ്പിക്കുകയാണ്. ഇനി അധികം കാര്യങ്ങളില്ല. കുറച്ച് 1-2 വസ്തുതകൾ കൂടി മാത്രം ചൂണ്ടിക്കാണിക്കാം. സാർ, ഇവിടെ നടപടികൾ, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ, സ്പോർട്സിൻ്റെ കാര്യമാണ് ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചത്. ശരിയാണ്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും അത്തരമൊരു മാതൃക വിജയകരമായിട്ട് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം കായിക ലഹരി എന്നത് ഈ പറയുന്ന ഇത്തരത്തിലുള്ള മാരകമായ ലഹരിയെ ചെറുക്കാനുള്ള നല്ലൊരു പ്രത്യൗഷധമാണ് എന്ന് കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് എക്സൈസ് ഉണർവ് എന്ന കായിക പരിശീലന പരിപാടി ആവിഷ്കരിച്ചത്. 5 ലക്ഷം രൂപ കായിക ഉപകരണങ്ങൾക്കും പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിനും എക്സൈസ് കൊടുക്കുന്ന, എക്സൈസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉണർവ്. സാമ്പത്തികമായ പരിമിതിയൊക്കെ അതിന് കുറച്ച് പ്രയാസമൊക്കെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ആ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2024-25 മുഖ്യമന്ത്രിയുടെ 4ാം 100 ദിന കർമ്മ പദ്ധതിയിലാണ് ഈ പരിപാടി പ്രഖ്യാപിച്ചത്, ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. ഇവിടെ പറഞ്ഞല്ലോ, സർക്കാർ എത്ര സൂക്ഷ്മമായിട്ടാണ് ഇതിൽ ഇടപെട്ടത് എന്നതിൻ്റെ തെളിവാണ് ഈ നടപ്പാക്കിയ പദ്ധതികളെല്ലാം. ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നേർവഴി, വിദ്യാർത്ഥികളുടെ പെരുമാറ്റ വൈകല്യങ്ങൾ, നേരത്തെ ഇവിടെ പല അംഗങ്ങളും പറഞ്ഞു, അവരുടെ പെരുമാറ്റത്തിലുണ്ടാവുന്ന മാറ്റം ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു. അത് പഠിക്കുന്നത്, അത് പരിശോധിച്ച് ഇടപെടുന്നതിനാണ് നേർവഴി എന്ന പേരിലുള്ള പദ്ധതി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പ്രത്യേകമായൊരു നമ്പർ എക്സൈസ് ലഭ്യമാക്കിയിട്ടുണ്ട്. 9656178000 എന്നൊരു നമ്പർ തന്നെ ചെയ്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിമുക്തി മെൻറ്റർമാർ പ്രത്യേക കൗൺസിലിംഗ് ഈ നമ്പറിൽ വരുന്ന പരാതികളിൽ നൽകാൻ സന്നദ്ധരാവും. വിമുക്തിയുടെ പ്രവർത്തനം അത്ര ചെറിയ പ്രവർത്തനമല്ല, അത് രാജ്യത്തിനാകെ മാതൃകയായിട്ടുള്ള പ്രവർത്തനമാണ്. അപ്പോൾ പ്രത്യേകമായിട്ടുള്ള കൗൺസിലിംഗ് ഈ നമ്പറുകളിൽ വരുന്ന, പ്ലീസ് ആ ചെയർ അനുവദിക്കാതെ ഈൽഡ് ചെയ്യില്ല എന്ന് നേരത്തെ പറഞ്ഞു സാർ. അപ്പോൾ പ്രത്യേകമായിട്ടുള്ള, അങ്ങ് അനുവദിച്ചാലേ പറ്റൂ. ഇനി അങ്ങയുടെ അനുവാദം ഇല്ലാതെ ഈൽഡ് ചെയ്യുന്ന പ്രശ്നം. അങ്ങനെയെങ്കിൽ ശ്രീമതി പ്രതിഭ, അവിടെയല്ല കൈവക്കേണ്ടത്, ഇവിടെയാണ് കേട്ടോ. അവിടെ കൈവക്കി ഒന്നും കിട്ടൂല. യെസ് സർ, വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ടാണ് ഇടയ്ക്ക് സമയമില്ലെങ്കിലും ഒന്ന് ഇടപെടുന്നത്. സർ, ഇപ്പോൾ അങ്ങ് പറഞ്ഞു നേർവഴി അടക്കമുള്ള ധാരാളം പ്രോജക്റ്റുകൾ നമ്മുടെ സ്കൂളുകളിലുണ്ട്. പലപ്പോഴും നമ്മൾ എന്തൊക്കെ പ്രോജക്റ്റ് നടപ്പാക്കുന്നു എന്ന് അറിയാൻ വേണ്ടി എടുക്കുമ്പോഴാണ് ഇത്തരം പ്രോജക്റ്റുകളുടെ ഒരു നല്ല വശങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ എവിടെയൊക്കെയാണ് ഇത് ആത്മാർത്ഥമായിട്ട് നമ്മുടെ സ്കൂളുകളിൽ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഇത് നടത്തുന്നുണ്ട് എന്ന പരിശോധന നടത്തിയിട്ടുണ്ട്. ഒപ്പം പലപ്പോഴും എക്സൈസ് കേസ് എടുക്കുമ്പോൾ വലിയ തരത്തിലേക്കുള്ള ശരിയായ പരിശോധന നടത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഈ സാധാരണ സ്റ്റേഷനിലുണ്ട്. ഒരാൾക്കെതിരെ കേസ് എടുക്കുമ്പോൾ ആവശ്യമായ പരിശോധന നടത്തിയിട്ടാണോ അവരുടെ പേരിൽ കേസ് എടുക്കുന്ന, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ, ഇത് പരിശോധിക്കുമോ? വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂളുകളിലും കോളേജുകളിലുമുള്ള ഹയർ സെക്കൻഡറി തലത്തിലുള്ള വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി സിഗരറ്റ്സും വേപ്പ് ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന പ്രധാനപ്പെട്ട മേഖലകളാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്നവരാണ് ഹൈ ഡെൻസിറ്റി ഉള്ളതായിരിക്കുന്ന സിഗരറ്റ്സ് ഉൾപ്പെടെ അവർ കൊണ്ടുവരികയും നമുക്കിടയിൽ ഇവിടെ നിർമ്മിക്കപ്പെടുകയും ചെയ്യുക. ഇത് പ്രധാനപ്പെട്ട ഫോറിൻ സാധനങ്ങൾ വിൽക്കുന്നതായ സ്ഥാപനങ്ങളിൽ വരെ എല്ലാ സിറ്റികളിലും ഇത് വ്യാപകമായി നിൽക്കുകയാണ് സർ. നമ്മുടെ കുട്ടികൾ സിഗരറ്റ്സ് മുഴുവൻ വാങ്ങി ഉപയോഗിക്കുന്നതായിട്ടുള്ള, രഹസ്യമായും അവർ സൗകര്യപ്രദമായ ഇടത്തും അത് ഉപയോഗിക്കുന്നതായിരിക്കുന്ന ശീലം വ്യാപകമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. സിഗരറ്റ്സ് ഇതിൻ്റെ ഒരു ഗേറ്റ് വേ ആണ് സർ. ഇതിൽ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ പതിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളത്. യെസ് മിനിസ്റ്റർ, മുഹമ്മദ് മൊഹസിൻ നടപ്പിലാക്കിയ മെൻ്റൽ ഹെൽത്ത് ഉണ്ട്. അദ്ദേഹം അവിടെ കോട്ട് ചെയ്യുന്നത് മാത്രമാണ്, കോളിംഗ് അറ്റൻഷനിലും ഡിസ്കസ് ചെയ്ത കാര്യമാണ് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച്. അദ്ദേഹം രാവിലെ കോളിംഗ് അറ്റൻഷനിലൂടെ കൊണ്ടുവന്നൊരു കാര്യമാണ്.
ശരിയാണ് സാർ. അങ്ങേപോലെ തന്നെ ഞാനും അദ്ദേഹത്തിൻ്റെ കോളിംഗ് അറ്റൻഷൻ ശ്രദ്ധിച്ചിരുന്നു. മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് അദ്ദേഹം നടപ്പാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. ഇവിടെ ബഹുമാന്യയായ യു പ്രതിഭ ഇവിടെ ഉന്നയിച്ച പ്രശ്നം കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. തെറ്റായ രീതിയിൽ കേസെടുത്താൽ പകപോക്കൽ എന്ന നിലയിൽ കേസെടുത്തിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളുടെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചാലക്കുടിയിലെ കേസൊക്കെ നമുക്കറിയാവുന്നതാണ്. പിന്നെ ബഹുമാനായ ടി സിദ്ദിഖ് പറഞ്ഞ കാര്യം ഞാനിപ്പോൾ അതിന് ആധികാരികമായി പറയാനുള്ള വൈദഗ്ധ്യമോ വിവരമോ ഇപ്പോൾ കൈവശമില്ല. ഈ സിഗരറ്റ് ഇതിൻ്റെ കാരണമാവുന്നു എന്നതിനെക്കുറിച്ച് അക്കാര്യങ്ങളെല്ലാം നമുക്ക് വിദഗ്ധരുടെ സഹായത്തോടു കൂടി പരിശോധിക്കുകയും മനസ്സിലാക്കുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ സിഗരറ്റ്സ് പ്രോഹിബിറ്റഡ് അല്ല. അല്ല, അതെ, അത് നിരോധിതമല്ല. അത് മയക്കുമരുന്നായിട്ട് കണക്കാക്കുന്നില്ല എവിടെയും. പ്രോഹിബിറ്റഡ് അല്ല. ഉണ്ട്. ഹൈ ഡെൻസിറ്റി നിക്കോട്ടിൻ അളവ് കൂടുതലുള്ളതായിരിക്കുന്ന വിദേശത്തുനിന്ന് കൊണ്ടുവരുന്നതായിരിക്കുന്ന ഈ സിഗരറ്റ്സ് ആണ് വ്യാപകമായി പ്രചരണത്തിലുള്ളത്. ഇത് ഒരു ലിക്കർ അഡിക്ഷനേക്കാൾ വളരെ കൂടുതലുള്ളതായിരിക്കുന്ന ഹെൽത്ത് പ്രോബ്ലംസിലേക്ക് വഴിവെക്കുക. അത് പരിശോധിക്കപ്പെടണം. സാർ, എനിക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല ഇപ്പോൾ. അതെ, ഏത് കാര്യവും പരിശോധിക്കാവുന്നതാണ്. ഉന്നയിക്കുന്ന ഏത് പ്രശ്നവും പരിശോധിക്കാവുന്നതേ ഉള്ളൂ. സാർ, അപ്പം ഞാൻ പറഞ്ഞത് സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള നേർവഴിയെക്കുറിച്ചാണ്. കോളേജ് വിദ്യാർത്ഥികൾക്ക് 2 പദ്ധതികളാണ് നടപ്പാക്കുന്നത്. ഒന്ന് നേർക്കൂട്ടമാണ്. അത് കോളേജ് പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ എന്നിവരുടെ ആരുടെയെങ്കിലും നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ഈ നേർക്കൂട്ടം പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഹോസ്റ്റലിലെ കുട്ടികൾക്ക്, ഹോസ്റ്റലുകൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾ പലപ്പോഴും ഇതിലേക്ക് വഴുതിപ്പോകുന്ന കേന്ദ്രങ്ങളാണ്. അവിടേക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധ എന്ന പേരിലൊരു പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ഇപ്പം 2024 നേർക്കൂട്ടത്തിൻ്റെ 1020 യോഗങ്ങളും ശ്രദ്ധയുടെ 512 യോഗങ്ങളുമാണ് കോളേജുകളിൽ ചേർന്നത്. അതുപോലെ ക്വിസ് മത്സരങ്ങൾ, സംവാദ സദസ്സ്, പ്രത്യേക ശിശുദിന സദസ്സ്, ഡിസംബർ 10 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പരിപാടി, ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട്. സർ, വിമുക്തിയുടെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വീണ്ടും പറയുന്നു, വിമുക്തി ഇന്ത്യക്കാകെ മാതൃകയായിട്ടൊരു പദ്ധതിയാണ്. അതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പഠിക്കാൻ വരുന്നത്. ഇപ്പം 2018 നവംബർ മുതലാണ് വിമുക്തി നടപ്പാക്കിയത്. ഈ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 14 ജില്ലകളിലും ഒരു മെഡിക്കൽ ഓഫീസർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ, 3 സ്റ്റാഫ് നഴ്സ് എന്നിവരടങ്ങുന്ന കൗൺസിലിംഗ് കേന്ദ്രങ്ങളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, 1,36,550 പേർക്ക് ഔട്ട് പേഷ്യൻ്റ് ആയിട്ടും 11,078 പേർക്ക് IP ആയിട്ടും കൗൺസിലിംഗ് കൊടുക്കാൻ, ചികിത്സ കൊടുക്കാൻ, ഡി അഡിക്ഷൻ ചികിത്സ കൊടുക്കാൻ വിമുക്തി കൗൺസിലിംഗ് കേന്ദ്രങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. വലിയ ഒരു സേവനമാണ് വിമുക്തി നടത്തിയിട്ടുള്ളത്. സർ, നെയ്യാറ്റിൻകരയിലും കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് പ്രത്യേകമായിട്ടുള്ള കൗൺസിലിംഗ് കേന്ദ്രവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സർ, ഇതിന് പുറമെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നടപടിയാണ്, ഇപ്പോൾ വാർഡ് മുഖ്യമന്ത്രി അധ്യക്ഷനായി എക്സൈസ് മന്ത്രി കോ ചെയർമാനുമായി സംസ്ഥാന തലത്തിൽ ലഹരി വിരുദ്ധ സമിതിയുണ്ട്. ജില്ലാ തലത്തിലുണ്ട്, തദ്ദേശ സ്ഥാപന തലത്തിലുണ്ട്, വാർഡ് തലത്തിലുണ്ട്, ഓരോ വിദ്യാലയ തലത്തിലും ഉണ്ട്. അത് യോഗം ചേരുകയും കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. സാർ, എക്സൈസ് സാർ അങ്ങിങ്ങനെ ഇടപെടാൻ അനുവദിച്ചാൽ പിന്നെ യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടത് MLA-മാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഉത്തരവാദിത്വമാണ്. ജനപ്രതിനിധികളുടെ ആകെ ഉത്തരവാദിത്വമാണ് ഇത് സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത്. നമ്മൾ കൂട്ടായിട്ട് ഇനിയും കൂട്ടായിട്ട് ശ്രമിക്കണം. സാർ, എക്സൈസ് സ്കൂളുകളെല്ലാം വൾണറബിൾ സ്പോട്ടുകളായിട്ട് ആണ് എക്സൈസ് കണക്കാക്കിയിട്ടുള്ളത്. ഹോട്ട്സ്പോട്ടുകളെ എക്സൈസ് നിശ്ചയിച്ചിട്ടുണ്ട്. സർ, 2024 മാത്രം സ്കൂളുകളിൽ നടന്ന ബോധവൽക്കരണ പരിപാടി 59,917 സ്കൂളുകളിൽ മാത്രം 59,917 ബോധവൽക്കരണ പരിപാടി. കോളേജുകളിൽ 5,825 ബോധവൽക്കരണ പരിപാടികളാണ് നടന്നിട്ടുള്ളത്. ഇതിനു പുറമെ തീരദേശ മേഖലകളിലും ആദിവാസി മേഖലകളിലും പ്രത്യേകമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ. ജനമൈത്രി എക്സൈസ് കോഡ് ആദിവാസി മേഖലകളിൽ ക്യാമ്പുകൾ, വർക്ക്ഷോപ്പുകൾ, കരിയർ ഗൈഡൻസ് പരിപാടികൾ, PSC പരിശീലന പരിപാടി, ക്വിസ് മത്സരങ്ങൾ, സ്പോർട്സ് മത്സരങ്ങൾ ഇതെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. ചില അട്ടപ്പാടിയിൽ ജനമൈത്രി എക്സൈസ് നടത്തിയ പരിശീലനത്തിൽ
PSC പരിശീലനത്തിൽ പങ്കെടുത്താണ് സെൽവി എന്ന ആദിവാസി വനിത ഫോറസ്റ്റ് ബീറ്റ് ഓഫീസറായിട്ട് ജോലി നേടിയത്. നെടുമങ്ങാട് അഭിജിത്ത് ലാൽ ഇങ്ങനെയാണ്, ഈ മേഖലയിൽ നിന്ന് വന്നതാണ്. ദേവികുളത്ത് അമൽ രവി ആദിവാസി ചെറുപ്പക്കാരനാണ് ജോലിയിലേക്ക് വന്നത്. ഇതെല്ലാം ജനമൈത്രി എക്സൈസ് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സർ. 463 പോലീസ് സ്റ്റേഷനുകളിൽ 1360 ബ്ലാക്ക് സ്പോട്ടുകളും NDPS ചെക്കിംഗ് പോയിന്റുകളും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ പ്രത്യേകമായ നിരീക്ഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കരുതൽ തടങ്കലും തുടർച്ചയായിട്ട് ഒന്നിൽ കൂടുതൽ തവണ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരുടെ ഡേറ്റാ ബാങ്ക് തയ്യാറാക്കി കരുതൽ തടങ്കലും സ്വത്ത് കണ്ടുകെട്ടാനുമുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സർ, എക്സൈസിനെ സംബന്ധിച്ചും പോലീസിനെ സംബന്ധിച്ചും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുകയാണ്. എക്സൈസിൻ്റെയും ഉണ്ട്, പോലീസിൻ്റെയും ഉണ്ട്. സർ, സ്ട്രൈക്കിംഗ് ഫോഴ്സ് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നാർക്കോട്ടിക് സ്ക്വാഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈവേ പെട്രോൾ യൂണിറ്റ് പോലീസും എക്സൈസിനും പ്രത്യേകമായിട്ടുണ്ട്. സർ, തീരദേശ പോലീസുമായി ചേർന്നിട്ടുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എക്സൈസ് കമ്മീഷണറുടെ കീഴിൽ ഒരു നാർക്കോട്ടിക് സ്ക്വാഡ് സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ അതിർത്തി പ്രദേശങ്ങളിലെ ജാഗ്രതയെക്കുറിച്ച് പറഞ്ഞു. കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് 4 അതിർത്തി മേഖലകളിൽ തിരുവനന്തപുരം, കാസർഗോഡ്, വയനാട്, പാലക്കാട് ഈ 4 അതിർത്തി മേഖലകളിൽ കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു പുറമെയാണ് പോലീസിന്റെ സ്കൂളുകളിലെ പ്രത്യേകമായിട്ടുള്ള പദ്ധതി യോദ്ധാവ് എന്ന പദ്ധതി. വളരെ വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ള പദ്ധതിയാണ് യോദ്ധാവ് എന്ന പദ്ധതി. മഫ്തി പോലീസിന്റെ നിരീക്ഷണം സ്കൂളുകൾ, കോളേജുകൾ എന്നിവയുടെ പരിസരങ്ങളിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസും എക്സൈസും ഈ കേസിൽ ഉൾപ്പെടുന്നവരുടെ ഹിസ്റ്ററി ഷീറ്റ് പോലീസ് സ്റ്റേഷൻ അടിസ്ഥാനത്തിലും എക്സൈസ് റേഞ്ച് ഓഫീസ് അടിസ്ഥാനത്തിലും ഹിസ്റ്ററി ഷീറ്റ് തയ്യാറാക്കുന്നുണ്ട്. ഈ തരത്തിലുള്ള നടപടികളെല്ലാം നാം സ്വീകരിച്ചിരിക്കുകയാണ്. സാർ, ഞാൻ അവസാനിപ്പിക്കുന്നു. എൻഫോഴ്സ്മെന്റിന്റെ കാര്യം ഒരിക്കൽ കൂടി പറയട്ടെ. 2024 4474 പേരെ ശിക്ഷിച്ചപ്പോൾ 4474 പേരെ ശിക്ഷിച്ചപ്പോൾ വിട്ടയച്ചത് 161 പേരെ മാത്രമാണ്. 2023 4998 പേർ ശിക്ഷിക്കപ്പെട്ടപ്പോൾ വിട്ടയക്കപ്പെട്ടത് 100 പേർ മാത്രമാണ്. ഞാൻ നേരത്തെ NCBയുടെ കേസ് പറഞ്ഞു. 15,000 കോടി പിടിച്ചതിൽ പ്രതിയെ തെളിവില്ലാതെ വിട്ടയച്ചത്. സർ, ഇത് ഇന്ത്യയിലേക്ക് പ്രധാനമായിട്ടും വരുന്നത് കടൽ മാർഗമാണ്. ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ചു. ബഹുമാനായ ദേവർഗോവിൽ പറഞ്ഞു മുന്ദ്ര പോർട്ട്, മുംബൈ പോർട്ട്. ഇപ്പം 2022 കണക്ക് നോക്കിയപ്പോൾ കടൽ മാർഗം 22 കേസുകൾ പിടികൂടിയതിൽ 10 ഗുജറാത്ത് വഴിയാണ്. 10 ഗുജറാത്ത് വഴിയാണ്. പിന്നെ 5 മഹാരാഷ്ട്ര വഴിയാണ്. മുംബൈ പോർട്ടും മറ്റുമൊക്കെ റായ്ഗർ പോർട്ട് ഒക്കെ വഴിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കേരളം മാത്രം അഭിമുഖീകരിക്കുന്ന പ്രശ്നമല്ല. കേരളം ഒരു തുരുത്തല്ല. കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. ലോകമാകെ ഈ ലഹരി ശൃംഖല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്ലോബലൈസേഷൻ്റെ കാലമാണ്. മറ്റെല്ലാം ഗ്ലോബലൈസ് ചെയ്യപ്പെടുന്നത് പോലെ തന്നെയാണ് ലഹരിയും ഗ്ലോബലൈസ് ചെയ്യപ്പെടുന്നത്. അതാ UNODCയുടെ റിപ്പോർട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അത് വിവിധ മാർഗങ്ങളിലൂടെ ഇന്ത്യയിലേക്ക് വരുന്നു. ബാംഗ്ലൂരിൽ നിന്നും ഗോവയിൽ നിന്നുമാണ് പ്രധാനമായിട്ട് രാസലഹരികൾ കേരളത്തിലേക്ക് വരുന്നത്. ഈ 2 കേന്ദ്രങ്ങളിൽ നിന്നാണ് വരുന്നത്. അത് തടയാൻ എൻഫോഴ്സ്മെന്റ് നടപടികൾ ശക്തിപ്പെടുത്തുന്നു. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ നമ്മൾ രാജ്യത്ത് ഒന്നാമതാണ്. കൺവിക്ഷൻ റേറ്റിന്റെ കാര്യത്തിൽ രാജ്യത്ത് നമ്മൾ ഒന്നാമതാണ്. നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനു പുറമെ ജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളും നാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. ഈ പ്രവർത്തനങ്ങൾ ഇനിയും വർദ്ധിപ്പിക്കണം എന്നത് ശരിയാണ്. ഗവൺമെന്റ് അതിനോട് യോജിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഈ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നറിയിച്ചത്. ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഇത് എത്രമാത്രം ശക്തിപ്പെടുത്തിയാലും അധികമാവില്ല. അതിനേറ്റവും പ്രധാനം എന്താണ്? അതിന് പ്രധാനം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക എന്നത് തന്നെയാണ്. ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുക എന്നതാണ്. നമുക്ക് തർക്കിക്കാൻ മറ്റു മേഖലകൾ തിരഞ്ഞെടുക്കാം. ആരോപണവും പ്രത്യാരോപണവും ഉന്നയിക്കാൻ വേറെ വിഷയങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇതിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കാനും ക്ഷുദ്രമായ തർക്കങ്ങളുടെ ഒരു വിഷയമാക്കിയിട്ട് ഇതിനെ മാറ്റാനും ശ്രമിച്ചാൽ അത് നാം ആകെ വരുന്ന തലമുറയോടും സമൂഹത്തോടും ചെയ്യുന്ന അന്യായമായിരിക്കും, അനീതിയായിരിക്കും എന്ന് മാത്രമാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതുകൊണ്ടാണ് ബഹുമാന്യനായിട്ടുള്ള അംഗം ഉന്നയിച്ച എല്ലാ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളോടും പ്രമേയ അവതാരകൻ ഉന്നയിച്ച കാര്യങ്ങളോടും ആ സ്പിരിറ്റോടു കൂടി തന്നെ പ്രതികരിച്ചത്. അങ്ങവിടെ ചെക്ക് പോസ്റ്റ് ശക്തിപ്പെടുത്തുന്ന കാര്യം പറഞ്ഞു, കെമുവിൻ്റെ കാര്യം പറഞ്ഞു, പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് 7-8 ക്ലാസ്സുകളിലൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ട്.
ബാക്കി അങ്ങ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. മറ്റ് അംഗങ്ങളും പറഞ്ഞ കാര്യങ്ങൾ, ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങളോടുമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം. ഈ വിപത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ കരുത്ത് എന്നത് നമുക്കിടയിലുള്ള യോജിപ്പാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രമേയത്തെ എതിർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ശ്രീ PC വിഷ്ണുനാഥ്, അങ്ങയുടെ ഉപക്ഷേപം പ്രസ് ചെയ്യുന്നുണ്ടോ? ഉപക്ഷേപം സഭയുടെ അനുമതിയോടെ പിൻവലിച്ചിരിക്കുന്നു.